മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമായ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം സർഗം 49. അംഗദൻ്റെ ആജ്ഞപ്രകാരം രജതമല മുതലായവയിൽ സീതയെ തിരയുന്നത് ഈ സർഗത്തിൽ വർണ്ണിക്കുന്നു. അംഗദൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും അന്വേഷിച്ചിട്ടും സീതയെയും രാക്ഷസനെയും കണ്ടുകിട്ടിയില്ല. നമുക്ക് അനുവദിച്ചു തന്ന അവധി ഏകദേശം തീരാറായി. സുഗ്രീവൻ കഠിന ശിക്ഷ നൽകുന്നവനും ആണ്. അതിനാൽ നിങ്ങൾ ഒത്തൊരുമിച്ച് എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും അന്വേഷിക്കേണ്ടതാണ്. വനവാസികൾ ഈ കുന്നിലും കാട്ടിലും തിരയട്ടെ. സുഗ്രീവനെയും മഹാത്മാവായ രാമനെയും പേടിക്കണം. ഏവർക്കും യുക്തമായത് എന്തെന്ന് പറയുവൻ. ഗന്ധമാനന്ദൻ പറഞ്ഞു, അംഗദൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് വീണ്ടും കുന്നുകളിലും ഗുഹകളിലും പാറക്കെട്ടുകളിലും വിജനവനങ്ങളിലും അന്വേഷിക്കാം. ഏവർക്കും ഒത്തൊരുമിച്ച് സുഗ്രീവൻ നിർദ്ദേശിച്ച കാടുകളിലും കുന്നുകളിലും ദുർഗങ്ങളിലും തേടി നോക്കാം. വാനരന്മാർ വീണ്ടും എഴുന്നേറ്റ് വിന്ധ്യവനങ്ങൾ നിറഞ്ഞ ദക്ഷിണദിക്കിൽ സഞ്ചാരം തുടങ്ങി. അവർ രജതപർവ്വതത്തിൽ കയറി. അവിടെ പാച്ചോറ്റിക്കാട്ടിലും ഏഴിലാമ്പാല വനങ്ങളിലും തിരഞ്ഞു. അവർ അതിൻ്റെ കൊടുമുടിയിൽ കയറി തളർന്നു. രാമൻ്റെ പ്രിയപത്നി സീതയെ കണ്ടില്ല. അവർ താഴെ ഇറങ്ങി. കുറച്ചു സമയം വിശ്രമിച്ച് അല്പം തളർച്ച മാറിയപ്പോൾ വീണ്ടും ദക്ഷിണ ദിശയിൽ തന്നെ തിരച്ചിൽ തുടർന്നു. ഹനുമാൻ മുതലായ വാനരശ്രേഷ്ഠന്മാർ വിന്ധ്യപർവ്വതത്തിലേക്ക് ചെന്ന് അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒട്ടും വിടാതെ തിരഞ്ഞു നടന്നു. 49-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.